4.5 വർഷമായിട്ടുള്ളൊരു കാത്തിരിപ്പ് അവസാനിക്കുന്നു എന്ന് തോന്നിയ വേളയിലാണ് അവസാന നിമിഷത്തിൽ, അതായത് നമ്മൾ പറയുമല്ലോ ആ ഒരു അവസാന മൊമെൻറ്റിലാണ് ഈ ഒരു നീക്കം ഉണ്ടാകുന്നത്. അതിൽ രഞ്ജിനിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊരു വിക്ടിം എന്ന രീതിയിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളാണ്. ഈ 4.5 വർഷമായ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറായതിനു ശേഷം അതിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട് നേരത്തെ അവർ ഇതുപോലെ കോടതിയിൽ പോയിട്ടുള്ളതായോ അല്ലെങ്കിൽ സർക്കാരിനെ സമീപിച്ചിട്ടുള്ളതായോ ഒന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കോടതി നിർദ്ദേശിച്ചതിന് ശേഷമുള്ള ഒരു മോട്ടിവേഷൻ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പരസ്യമാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അതുപോലും പാടില്ല എന്ന ജാഗ്രത ആർക്കാണെന്നുള്ളതും വ്യക്തമാകണം. സർക്കാർ അതിനൊക്കെ ഒപ്പം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ സർക്കാരിനെ കുറിച്ചും കൂടുതൽ നന്നായി ഒന്ന് നമ്മൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ 62 പേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. പേജ് നമ്പർ 49 ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സേജുകൾ അടക്കമുള്ള കാര്യങ്ങൾ, പിന്നെ പേജ് 81 to 100 ചില മൊഴികൾ അതൊക്കെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മൊഴികളും അതിൻ്റെ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടുന്നില്ല. അങ്ങനെ ഈ പരസ്യമാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ബാക്കി 233 പുറത്തു വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മിറ്റിയുടെ ആവശ്യമില്ലല്ലോ. കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി 1 കോടിയിൽ പരം രൂപയാണ് സർക്കാർ 1,50,50,000 അത്രയും തുക, അത് എത്ര പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു. വെറുതെ ഒരു വെള്ളാന കമ്മിറ്റി, ആ കമ്മിറ്റി അല്ലെങ്കിൽ ആ കാശ് തിരിച്ചടക്കട്ടെ. വയനാട്ടിലൊക്കെ നമുക്ക് പുനരധിവാസത്തിന് ആവശ്യമുള്ളതാണ്. എത്ര മനുഷ്യർക്ക് വീട് വെച്ച് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് ചെലവഴിക്കട്ടെ. ഇതൊരു ഉപകാരവുമില്ലാതെ 3 പേര് 1.5 വർഷം ഇരുന്ന് ഇത്രയും തുകയും ചിലവാക്കി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ട് പരസ്യമാക്കാനായി തീരുമാനിക്കുന്നു. അതിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും മാനിച്ചുകൊണ്ടാണ്, സ്വകാര്യതയെ ഹനിക്കാത്ത രീതിയിലാണ് ഒരു റിപ്പോർട്ട് വരുന്നത്. അതുപോലും പാടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന വിമൻ ഇൻ സിനിമ കളക്റ്റീവിനെയൊക്കെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു കമ്മിറ്റിയെ വെച്ചു, കമ്മീഷനെ അല്ല കേട്ടോ, കമ്മിറ്റിയെ വെച്ചു, ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് ഒരു 4.5 വർഷം എടുത്ത് സേഫിൽ വെച്ചു. വളരെ സേഫായിരുന്നു. അതിനുശേഷം വേണ്ട ഭാഗങ്ങളെല്ലാം മാറ്റുന്നു. അതിനുശേഷം അത് പുറത്തുവിടാൻ തീരുമാനിക്കുന്നു. കോടതിയിൽ പോകുന്നു. കോടതി പറയുന്നു നിങ്ങൾ ഇത് ചർച്ച ചെയ്യണം, പൊതുജനം ചർച്ച ചെയ്യണം. അതായത് ജനം ചർച്ച ചെയ്യണമെന്ന് കോടതി പോലും വിലയിരുത്തിയതാണ്, മാധ്യമങ്ങളല്ല, കോടതി പറഞ്ഞതാണ്. പൊതുജനം ചർച്ച ചെയ്യണം, എല്ലാവരും ഇതേക്കുറിച്ചൊക്കെ ഒന്ന് അവെയർ ആകട്ടെ എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു അവെയർനെസ്സിന് വേണ്ടി പോലും ഒരു റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല, അത് ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് കിട്ടിയില്ലെങ്കിൽ അത് ഇന്ന് ഈ നിമിഷമല്ല പറയേണ്ടത്. അത് മാത്രമാണ് പ്രിയപ്പെട്ട രഞ്ജിനിയോട് പറയാനുള്ളത്. ഇനി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നവും നീതി നിഷേധങ്ങളും ഒക്കെ അതിങ്ങനെ തുടർന്നോട്ടെ എന്നാണ് ഈ തടയുന്ന ആളുകളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ എന്ത് പറയാനാണ്. ഇപ്പോൾ ഈ മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ, നടി ശാരദ, അതുപോലെ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി, ഈ 3 പേരും കൂടി ചേർന്ന് കൂടിയാലോചനകൾ നടത്തി ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ അതിൽ ഉൾപ്പെടും. ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൊതുജനം ഉറപ്പായും ചർച്ച ചെയ്യും. റിപ്പോർട്ടർ എന്തായാലും ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമ്മുടെ റോഷിപാലിന് കിട്ടേണ്ടതാണ്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് രാവിലെ 11 മണി മുതൽ ഇഴകീറി പരിശോധിക്കും. അത് പൊതുജനത്തിന് നന്നായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ നമ്മൾ വെക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് അതിലെ ഒരു പ്രമുഖൻ്റെയും പേരറിഞ്ഞിട്ട് നമുക്ക് ആർക്കും ഒരു മെച്ചവുമില്ല. കാരണം തെറ്റ് ചെയ്തവർക്കെതിരെ പരാതി കൊടുക്കാൻ ഈ ഇരകളായ സ്ത്രീകൾ പോലും തയ്യാറല്ല, അവർക്ക് പരാതിയില്ല. പിന്നെ നമ്മൾ ആ പേരുകൾക്ക് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് നടക്കേണ്ട ആവശ്യവുമില്ല. അതല്ല ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ നേരിട്ടു വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതുബോധം ഉണർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് നേരിടുന്ന നീതി നിഷേധങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിൽ ശുചിമുറി മുതൽ കാസ്റ്റിംഗ് കൗച്ച് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് എന്തിനാണ് പേടിക്കുന്നത്? അല്ല, പേടിയുള്ളവർ ആ തെറ്റ് ചെയ്യാതിരിക്കണം. എല്ലായിടങ്ങളിലും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യതയുള്ള സർക്കാർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കമ്മിറ്റികൾ വെക്കാതിരിക്കുക. അതിൻ്റെ തുകയൊക്കെ എടുത്തിട്ട് പുനരധിവാസത്തിനും അതുപോലെ തന്നെ ദുരിത നിവാരണത്തിനും ഒക്കെയായി ചെലവഴിക്കുക. വീട് കിട്ടാത്ത മനുഷ്യരുണ്ട്, ഗതിയില്ലാത്ത മനുഷ്യരുണ്ട്, അവരെയൊക്കെ സഹായിക്കാൻ ഈ തുക ഉപയോഗിക്കുക. അല്ലാതെ 1 കോടിയിൽ പരം രൂപ ഈ ഒരു ഹേമ കമ്മിറ്റിക്ക് കൊണ്ടുകൊടുത്തിട്ട് ആർക്കെന്ത് പ്രയോജനം? ആ ഒരു റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പോലും അല്ലെങ്കിൽ ആ റിപ്പോർട്ടിലേക്ക് ഉള്ളടക്കം പോലും പൊതുസമൂഹത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വെള്ളാന കമ്മിറ്റികളെ വെച്ച് ദയവ് ചെയ്ത് നാട്ടുകാരെ പറ്റിക്കരുതെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോട് എല്ലാ വിനയത്തോടും കൂടിയും അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇങ്ങനെയുള്ള ഈ അവസാന നിമിഷം വരുന്ന ആളുകളുടെയൊക്കെ ലാക്ക് എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് സാംസ്കാരിക മന്ത്രി തിരിച്ചറിയുമെന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ ബാക്കിയുണ്ട്. അതില്ലാതാക്കരുത്. സജീവ് പാറയിൽ എന്ന് പറയുന്ന നമ്മുടെ സംവിധായകനല്ലേ, ആ നിർമ്മാതാവ് ആ നിർമ്മാതാവ് കോടതി സമീപിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, അത് എൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അത് പരിഗണിക്കണ്ട. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, താങ്കളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് താങ്കൾ എങ്ങനെ അറിഞ്ഞു?
അപ്പോൾ അയാൾ പറഞ്ഞു അതല്ല, അതൊരു പൊതു താല്പര്യ പ്രകാരം കൊടുത്തതാണ്. ഇതിനകത്ത് എന്താണ് താങ്കളുടെ പൊതു താല്പര്യം, അത് പറയൂ. അപ്പോൾ പൊതു താല്പര്യം ഏതാണെന്നോ സ്വകാര്യ താല്പര്യം ഏതാണെന്നോ പോലും തിരിച്ചറിയാത്ത ഒരു നിർമ്മാതാവ് ഒരു ഘട്ടത്തിലെത്തിയത്. അതെ, ആ താല്പര്യമേ പൊതു താല്പര്യമല്ല, സ്വകാര്യ താല്പര്യമല്ല, പകരം അതിനുള്ളിലെ നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏട്ടൻ പാവമാട ടീമിൻ്റെ ഭാഗമായി ചേച്ചിമാർ ചെന്ന് പെട്ടുപോകരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് സ്വാഭാവികമായും ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളെ വളരെ സംശയത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. റിപ്പോർട്ടിൽ പ്രതീക്ഷയുണ്ട്, സർക്കാരിലും പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അസ്ഥാനത്താക്കരുത് മാത്രമേ സർക്കാരിനോട് റിപ്പോർട്ടർ ടീമിൻ്റെ എഡിറ്റോറിയൽ ടീമിന് പറയാനുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ടറിന് നാളെ ആ റിപ്പോർട്ട് ആദ്യം കിട്ടുന്നു എന്നതുകൊണ്ടാണെന്ന് പ്രേക്ഷകർ ധരിക്കുകയും അരുത്. തീർച്ചയായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് ആദ്യം മുതൽ തന്നെ നിലപാടെടുത്തൊരു ചാനലാണ് റിപ്പോർട്ടർ TV. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളുകൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രതിനിധി റോഷി പാൽ ഇതിനുള്ള ഒരു അപേക്ഷ വിവരാവകാശ കമ്മീഷന് കൊടുത്തിരിക്കുന്നത്. ആ വിവരാവകാശ കമ്മീഷൻ്റെ അപേക്ഷയിന്മേലാണ് പിന്നീട് നടപടിക്രമങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ നാളെ 11 മണിക്ക് പ്രേക്ഷകരിലേക്ക് ഈ റിപ്പോർട്ട് എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. അതിന് സാംസ്കാരിക വകുപ്പ് അനുകൂലമായ നിലപാട് തന്നെ എടുക്കും. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നടിക്കെങ്കിലും ആത്മാഭിമാനം നഷ്ടപ്പെടാതെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശപ്രകാരം സംവിധാനം ഒരുങ്ങുകയും അവിടെ പശ്ചാത്തലം ഒരുങ്ങുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്താൽ ഞങ്ങൾക്ക് നന്ദിയും സ്നേഹവും ഉണ്ടാവുകയും ചെയ്യും, കൃതാർത്ഥരാവുകയും ചെയ്യും. അപ്പോൾ പ്രിയ Meet the editors.